എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 58-ലെ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം എന്താണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ചോദ്യം. നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു കലണ്ടർ, ആ കലണ്ടറിൽ നിന്ന് 9 അക്കങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സ്ക്വയർ സെലക്ട് ചെയ്തു. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം, ടെക്സ്റ്റ് ബുക്കിൽ സെലക്ട് ചെയ്തിട്ടുള്ള സ്ക്വയർ ആണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇവിടെ വരച്ചിട്ടുള്ളത് അല്ലേ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ സ്ക്വയറിലെ നടുവിലെ സംഖ്യ, ഇപ്പൊ നടുവിലെ സംഖ്യ ഏതാണ്? 9 അല്ലെ. ഇതിന്റെ ഇടത്തും വലത്തുമുള്ള സംഖ്യകൾ, ഇപ്പൊ ഇടത്തുള്ള സംഖ്യ ഏതാണ്? 8 ആണ് അല്ലെ. വലത്തുള്ള സംഖ്യ ഏതാണ്? 10. അപ്പൊ ഇവ തമ്മിൽ ഒന്ന് ഗുണിക്കുക. അതായത് 8 × 10 = 8 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഈ സംഖ്യയുടെ മുകളിലും താഴെയുമുള്ള സംഖ്യകൾ ഒന്ന് ഗുണിച്ചു നോക്കാം. അപ്പൊ മുകളിലുള്ളത് 2 അല്ലെ, താഴെയുള്ള സംഖ്യ 12. അപ്പൊ 2 × 12 അല്ല 16 അല്ലെ, 16. 2 × 16 = 32. ഓക്കെ, ഇപ്പൊ നമുക്ക് രണ്ട് സംഖ്യകൾ കിട്ടി അല്ലെ. ഇനി ഇവയുടെ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഡിഫറൻസ് എത്ര വരും? ഡിഫറൻസ് എത്ര വരും നമുക്ക്? 80 - 32 അല്ലെ. 8 4 48 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതുപോലെ 9 സംഖ്യകളുള്ള മറ്റു ഏതെങ്കിലും ഒരു സ്ക്വയർ നമ്മൾ സെലക്ട് ചെയ്യുക, കലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ നമ്മൾ അവിടെ ചെയ്യുക. അതായത് ആ സെലക്ട് ചെയ്തതിൽ നടുവിലെ സംഖ്യക്ക് നമുക്ക് നടുവിലെ സംഖ്യ എടുക്കുക, അതിന്റെ റൈറ്റും ലെഫ്റ്റുമുള്ള സംഖ്യകൾ ഇതേപോലെ ഒന്ന് ഗുണിച്ചു നോക്കാം. അതേപോലെ മുകളിലും താഴെയുമുള്ള സംഖ്യകൾ ഒന്ന് ഗുണിച്ചു നോക്കാം. എന്നിട്ട് അവയുടെ ഡിഫറൻസ് ഒന്ന് നോക്കാം. അങ്ങനെ നോക്കിയാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? 48 തന്നെയായിരിക്കും കിട്ടുക. അപ്പൊ ഏത് സ്ക്വയർ എടുത്ത് ചെയ്താലും ഇതേപോലെ 48 തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ റീസൺ നാം എന്ത് ചെയ്യണം? ആൾജിബ്ര ഉപയോഗിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതാണ് ചോദ്യം. അപ്പൊ ചോദ്യം ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കലണ്ടറിൽ നിന്ന് ഇത് മാറ്റിയിട്ട് വേറെ ഒരു സ്ക്വയർ, 9 അക്കങ്ങൾ അടങ്ങിയിട്ടുള്ള വേറെ ഒരു സ്ക്വയർ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ നോക്കിയാൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ സ്ക്വയർ ആണ്. 9 അക്കങ്ങൾ അടങ്ങിയുള്ള ഈ സ്ക്വയർ, അതായത് 12 13 14 19 20 21 26 27 28. ഓക്കെ, ഈ സ്ക്വയർ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഇത് വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത സ്ക്വയർ ആണിത് അല്ലെ. ഇപ്പൊ ഇതിന്റെ നടുവിലുള്ള സംഖ്യ ഏതാണ്? 20. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? 20യുടെ ഇടതും വലതുമുള്ള സംഖ്യകൾ തമ്മിൽ ഒന്ന് ഗുണിച്ചു നോക്കാം അല്ലെ. അപ്പൊ ഇടതുള്ളത് 19, വലത്തുള്ളത് 21. അപ്പൊ നമുക്ക് നോക്കാം, 19 × 21. ഇത്തിരി വലിയ സംഖ്യയാണ് അല്ലെ. അപ്പൊ നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. 21 × 19 9 18 21 9 9 3 അല്ലെ. 399 നമുക്ക് കിട്ടി. = 399. ഇനി അടിയിലും മുകളിലുമുള്ള രണ്ട് സംഖ്യകൾ അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? 13 × 27. മനസ്സിലായില്ലേ? അടിയിലും താഴെയുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു, ഇടതും വലതുമുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു. അപ്പൊ എത്ര വരും നോക്കിയാൽ? 27 × 13 7 3 21 2 6 2 8 അല്ലെ. പിന്നെ 27 1 5 3 351 കിട്ടി. 351. ഇനി എന്ത് വേണം? നമ്മൾ ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലെ. ഡിഫറൻസ് ഒക്കെ 399 നിന്ന് 351 കുറയ്ക്കുമ്പോൾ എത്ര വരും? 8 4 അല്ലെ, 4. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി? ഇവിടെയും നമുക്ക് 48 തന്നെയാണ് കിട്ടിയത്. അപ്പൊ ഏത് സ്ക്വയർ എടുത്താലും, 9 സംഖ്യകളുള്ള ഏത് സ്ക്വയർ എടുത്താലും ഇതേ അവസ്ഥ തന്നെയാണ് അല്ലെ. നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് 48 തന്നെയാണ്. ഇനി നാം എന്ത് വേണം? ഇത് നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇതേപോലെ നമ്മളൊരു സ്ക്വയർ വരയ്ക്കുക. ഓക്കെ, ഇനി നാം എന്ത് ചെയ്യണം? ഇത് നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന് നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് കൺവീനിയന്റ് ടു ടേക്ക് ദി മിഡിൽ നമ്പർ ആസ് എക്സ്. അപ്പൊ ഇവരെ നമ്മൾ മിഡിൽ നമ്പർ ആണ് ആദ്യം എടുത്തത് അല്ലെ. മിഡിൽ നമ്പറിന്റെ ഇടത്തും വലത്തും എന്ന് പറഞ്ഞു, മിഡിൽ നമ്പറിന്റെ മുകളിലും താഴെ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മിഡിൽ നമ്പറിന് എക്സ് എന്ന് കൊടുക്കാം. അപ്പൊ ഈ മിഡിൽ നമ്പർ ഏതായാലും അതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അപ്പൊ എക്സ് എന്ന് കൊടുത്തു. മനസ്സിലായല്ലോ? ഈ മിഡിലുള്ള നമ്പർ എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തൊട്ട് പിന്നിലുള്ള സംഖ്യ എന്തായിരിക്കും? ഇത് 20 ആണെങ്കിൽ 21 അല്ലെ, 1 കൂട്ടുന്നു. അപ്പൊ എക്സിന്റെ കൂടെ എന്ത് വേണം? 1 കൂട്ടണം അല്ലെ. അപ്പൊ തൊട്ട് പിന്നിലുള്ള സംഖ്യ എത്രയായി? x+1. മനസ്സിലായി? ഇത് എക്സ് ആണെങ്കിൽ x+1 അല്ലെ. ഇനി 20ക്ക് തൊട്ട് അല്ലെ ഇടതു ഭാഗത്തുള്ള സംഖ്യ ഏതാണ്? 20ന് മുമ്പുള്ള സംഖ്യ അല്ലെ, 19. അങ്ങനെയാണെങ്കിൽ എക്സിന് മുമ്പുള്ള സംഖ്യ എന്തായിരിക്കും? 20ൽ നിന്ന് 1 കുറച്ചു. അങ്ങനെയാണെങ്കിൽ എക്സിൽ നിന്ന് 1 കുറയ്ക്കണം അല്ലെ. അപ്പൊ x-1. അപ്പൊ ഇത് x-1, ഇത് x, ഇത് x+1. ഇനി 20ന്റെ നേരെ മുകളിലുള്ള സംഖ്യ ഏതാണ് നോക്കിയാൽ നമുക്കറിയാം. കലണ്ടറിൽ ഇപ്പൊ ഒരു ബുധനാഴ്ച
13-ാം തീയതി ആണെങ്കിൽ അടുത്ത ബുധനാഴ്ച എന്തായിരിക്കും? അതിൽ കൂടി 7 കൂട്ടണം അല്ലേ? 20-ാം തീയതി, അടുത്ത ബുധനാഴ്ച 27-ാം തീയതി, അങ്ങനെയാണ് വരിക അല്ലേ? 7 കൂട്ടി വരും. അപ്പൊ അതേപോലെ 20-ൽ നിന്ന് എത്ര കുറച്ചാലും നമുക്ക് ഈ 13 കിട്ടുക? 7 കുറച്ചാൽ അല്ലേ? അതായത് ഈ സംഖ്യയിൽ നിന്ന് 7 കുറച്ചാലാണ് നമുക്കിത് കിട്ടുക. അങ്ങനെയാണെങ്കിൽ എക്സിൽ നിന്ന് ഏത് കുറയ്ക്കണം? 7 കുറയ്ക്കണം. അതായത് എക്സ് മൈനസ് 7 ഈ സംഖ്യ അല്ലേ? ഇനി അടുത്ത സംഖ്യ കിട്ടണമെങ്കിലോ ഇതിൽ നിന്ന് 7 കൂട്ടണം അല്ലേ? നമ്മൾ 7 കൂട്ടി, ഇപ്പൊ 20-ൽ നിന്ന് 7 കൂട്ടിയാലാണ് 27 കിട്ടാം അല്ലേ? അപ്പൊ നമുക്ക് എക്സിന്റെ കൂടെ 7 കൂട്ടണം. അപ്പൊ എക്സ് പ്ലസ് 7. അപ്പൊ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് 4 സംഖ്യകൾ നമുക്ക് കിട്ടി. എക്സ് മൈനസ് 1, എക്സ് മൈനസ് 7, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 7. ഇനി നമ്മൾ എന്ത് വേണം? ഈ ഇടത്തെ സംഖ്യയും വലത്തെ സംഖ്യയും നമ്മൾ ഇവിടെ ചെയ്ത പോലെ ഒന്ന് ഗുണിച്ചു നോക്കണം അല്ലേ? അതായത് നമുക്ക് എഴുതാം പ്രോഡക്റ്റ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്പേഴ്സ്. പ്രോഡക്റ്റ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്പേഴ്സ്. ഇടത്തും വലത്തെ സംഖ്യ തമ്മിൽ ഗുണിച്ചു നോക്കുമ്പോൾ എന്ത് കിട്ടും? സീക്വൽ എന്ത് വരും? എന്നൊക്കെ എക്സ് മൈനസ് 1-ഉം എക്സ് പ്ലസ് 1-ഉം അല്ലേ? ഇവ തമ്മിൽ ഗുണിക്കാൻ പോണ്. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. അപ്പൊ നമുക്കറിയാം നാം പഠിച്ച ഇക്വേഷൻ അല്ലേ? എക്സ് പ്ലസ് വൈ, ഇക്വേഷൻ പറയുമ്പോഴല്ലോ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ സീക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലേ? അപ്പൊ അതേപോലെ നമുക്ക് നോക്കിയാൽ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. അപ്പൊ എന്ത് വരും ഇവിടെ? എക്സ് സ്ക്വയർ മൈനസ് വൈക്ക് അല്ലെ? വൈക്ക് വരെ എന്താണ്? 1 അല്ലേ? അപ്പൊ 1 സ്ക്വയർ സീക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1-ന്റെ സ്ക്വയർ 1. അപ്പൊ ഇവ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടി. ഇനി ഇതേപോലെ എഴുതാം പ്രൊഡക്റ്റ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെ? ടോപ്പ് ആൻഡ് ബോട്ടം നമ്പേഴ്സ്, അതായത് മുകളിലും താഴെയുമുള്ള സംഖ്യകളുടെ പ്രൊഡക്റ്റ് അല്ലെ? ഗുണനഫലം എത്ര കിട്ടും നമുക്ക്? എക്സ് പ്ലസ് 7-ഉം എക്സ് മൈനസ് 7 അല്ലെ? എക്സ് പ്ലസ് 7 ഇൻറ്റു എക്സ് മൈനസ് 7. അപ്പൊ ഇതേപോലെ തന്നെ അല്ലേ? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈക്ക് പകരം ഇവിടെ 7 എടുക്കുന്നത്. അപ്പൊ 7 സ്ക്വയർ സീക്വൽ ടു എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ തന്നെ മൈനസ് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഇവിടെ ചെയ്ത പോലെ തന്നെ അല്ലേ? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് നോക്കാം അല്ലേ? അപ്പൊ നോക്കിയാൽ ഡിഫറൻസ് കാണാൻ പോകും നമ്മൾ. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ആദ്യം എന്താ കിട്ടിയത് നമുക്ക്? എക്സ് സ്ക്വയർ മൈനസ് 1 എന്ത് കിട്ടി? അതിൽ നിന്ന് കുറയ്ക്കണം മൈനസ് ഏത്? ഇത് മൊത്തം കുറയ്ക്കണം അല്ലേ? അതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 49 ബ്രാക്കറ്റ് ഇട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഉത്തരം തെറ്റും. മനസ്സിലായല്ലോ? ഓക്കെ. ഈക്വൽ ടു നോക്കിയാൽ എക്സ് സ്ക്വയർ മൈനസ് 1. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എന്ത് വരും? ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് അല്ലേ? അപ്പൊ മൈനസ് തന്നെ വന്നു. മൈനസ് എക്സ് സ്ക്വയർ നമ്മൾ 7-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയില്ലേ? ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ വന്നു. പിന്നെന്താണ്? ഇതിൽ നിന്ന് കുറയ്ക്കണം, മൈനസ് 49 കുറയ്ക്കണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? ഈ 2 മൈനസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്ലസ് ആയി മാറി. അപ്പൊ പ്ലസ് 49. ഇനി നമുക്ക് എന്താ കിട്ടണമെന്ന് നോക്കിയേ. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ കൂട്ടണം, എക്സ് സ്ക്വയർ മൈനസ് ചെയ്യണം. അപ്പൊ എന്ത് വരും? നമുക്ക് 2 എക്സ് സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എന്തുകൊണ്ടാണ്? 1 പ്ലസ് 1 മൈനസ് ആയതുകൊണ്ട് അല്ലേ? 2ഉം പോയി. ഇനി ബാക്കി എന്ത് വരും? ഒരു നെഗറ്റീവ് 1, ഒരു 49. അതായത് 49-ൽ നിന്ന് 1 കുറയ്ക്കണം. 49-ൽ നിന്ന് 1 മൈനസ് എത്ര വരും? നമുക്ക് 48. അപ്പൊ ഇതേ രൂപത്തിൽ നമ്മൾ എങ്ങനെ 9 അക്കങ്ങളുള്ള സ്ക്വയർ എടുത്താലും അവയുടെ ഈ രൂപത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവയുടെ ഡിഫറൻസ് അപ്പോൾ എത്രയായിരിക്കും? 48 തന്നെയായിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് 4-ാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ 4-ാമത്തെ ചോദ്യം. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ അതേ ചോദ്യം തന്നെ അല്ലെ? അതേ സ്ക്വയർ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നാം നേരത്തെ എന്തായിരുന്നു? മുകളിലും താഴെയുമുള്ള സംഖ്യ സെലക്ട് ചെയ്തു, അതുപോലെ തന്നെ ഇടതും വലതുമുള്ള സംഖ്യകൾ സെലക്ട് ചെയ്തു അല്ലെ? അതിന് പകരം ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ മൂലോട് മൂല വരുന്ന സംഖ്യകൾ സെലക്ട് ചെയ്യുക. അതായത് 9-ന്റെ ഡയഗണലായിട്ട് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1-ഉം 17-ഉം, അതുപോലെ തന്നെ 3-ഉം 15-ഉം. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അവ തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം? ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 15-ഉം 3-ഉം അല്ലെ? മൂലോട് മൂല വരുന്ന സംഖ്യയിൽ 15-ഉം 3-ഉം. അപ്പൊ നമുക്ക് 15 ഇൻറ്റു 3, 15 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 45 അല്ലെ? ഇനി എന്താണ് അടുത്തത്? 1-ഉം 17-ഉം. അപ്പൊ 17 ഇൻറ്റു 1, 17. ഇനി ഇതിന്റെ ഡിഫറൻസ് ഒന്ന് കണ്ടുവയ്ക്കുക. ഡിഫറൻസ് എത്ര വരും?
45 മൈനസ് 17 അല്ലേ, എത്ര കിട്ടും? 28 അല്ലേ, 28 കിട്ടി. ഇനി നമ്മോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതേപോലെ നമ്മൾ മറ്റൊരു സ്ക്വയർ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 28 എന്നത് കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ അതും നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നാം നേരത്തെ സെലക്ട് ചെയ്തല്ലോ ഒരു സ്ക്വയർ, അതേ സ്ക്വയർ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ സെലക്ട് ചെയ്ത അതേ സ്ക്വയർ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഇതാണ് നടുവിൽ വരുന്നത്. ഇനി അതിൻ്റെ മൂലോട് മൂല വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 14ഉം 26 അല്ലേ. അതുപോലെ തന്നെ 12ഉം 28ഉം. അപ്പോൾ നമുക്കിനി എന്ത് വേണം? ഇവ തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവ തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം. അപ്പോൾ 26 × 14 അല്ലേ. 26 × 14 എത്ര വരും? 26 × 14. 2 8 2 10 അല്ലേ. 26 4 6 3 364 നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ 364 കിട്ടി. ഇനി എന്ത് വേണം? 12 × 28 അല്ലേ. 12 × 28. 12 × 28. 6 1 9 4 2 അല്ലേ. 6 3 3 336. 336. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എത്ര വരും നോക്കിയാൽ? കുറച്ച് കഴിഞ്ഞാൽ 8 3 2 അല്ലേ, 2. അപ്പോൾ നമുക്ക് 28 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെയും 28 തന്നെയാണ് കിട്ടിയത് അല്ലേ. ഇനി നാം എന്ത് വേണം? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമുക്കിത് ആൾജിബ്ര ഉപയോഗിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് നാം എന്ത് വേണം? ഇതേപോലെ ആദ്യം ഒരു സ്ക്വയർ വരയ്ക്കുക. ഓക്കെ, ഇനി നാം എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അല്ലെ ആൾജിബ്ര ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നടുവിലെ സംഖ്യക്ക് എന്ത് കൊടുക്കാം? x എന്ന് കൊടുത്തു. ഓക്കെ, x എന്ന് കൊടുത്തു. ഇനി ഇത് x ആണെങ്കിൽ ഈ സംഖ്യ ഇതായിരിക്കും, ഒന്ന് കൂട്ടി അല്ലേ. അപ്പോൾ എക്സിന്റെ കൂടെ ഒന്ന് കൂടി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ ഇത് x + 1 ആയി. ഇതെന്ത് വേണം? x ഇതിൽ നിന്ന് ഒന്ന് കുറച്ചു അല്ലേ. അപ്പോൾ നമുക്കിവിടെ x - 1 കിട്ടി. ഓക്കെ, ഇനി ഈ സംഖ്യ നമുക്ക് എങ്ങനെ കിട്ടിയത്? ഇതിൽ നിന്ന് 7 കുറച്ചു അല്ലേ. ഇതിൽ നിന്ന് 7 കുറച്ചപ്പോൾ 13. അപ്പോൾ എക്സിൽ നിന്ന് 7 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ x - 7. ഇവിടെ x 7 കൂട്ടി. അപ്പോൾ നമുക്ക് ഇത് x + 7 നമ്മൾ നേരത്തെ ചെയ്തു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സംഖ്യകൾ കിട്ടും. നമുക്ക് ആവശ്യം കോർണറുള്ള സംഖ്യകളാണ് അല്ലേ. അപ്പോൾ നോക്കിയേ, ഇത് കിട്ടാൻ 20 14 അല്ലേ. അപ്പോൾ 20ൽ നിന്ന് എത്ര കുറയ്ക്കണം നമ്മൾ? 6 കുറച്ചാലാണ് 14 അല്ലേ. അപ്പോൾ എക്സിൽ നിന്ന് 6 കുറയ്ക്കുക, x - 6. ഇതാണെങ്കിലോ 20ന്റെ കൂടെ 20ൽ നിന്ന് എത്ര കുറയ്ക്കണം? 8 കുറയ്ക്കണം, എന്നാലും 12 കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എക്സിൽ നിന്ന് 8 കുറയ്ക്കാം. ഓക്കെ, ഇനി 26. 20ന്റെ കൂടെ 6 കൂട്ടണം. അപ്പോൾ എക്സിന്റെ കൂടെ 6 കൂട്ടണം. ഇനി 20ന്റെ കൂടെ 8 കൂട്ടണം. അപ്പോൾ എക്സിന്റെ കൂടെ 8 കൂട്ടണം. x + 8. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ മൂലകളിലുള്ള തമ്മിലൊന്ന് ഗുണിച്ചു നോക്കണം അല്ലേ. അതായത് ഇപ്പോൾ നോക്കിയാൽ ഇതൊന്ന് ഇവർ തമ്മിൽ ഗുണിക്കണം, അതുപോലെ തന്നെ ഇത് രണ്ടും തമ്മിൽ ഗുണിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം x + 6ഉം x - 6ഉം അല്ലേ. അപ്പോൾ x + 6 x + 6 × x - 6. നമുക്കറിയാം x + y × x - y അല്ലേ. എന്ത് വരും? x² - y². അപ്പോൾ അതേ രൂപത്തിൽ എന്ത് വരും ഇവിടെ? x² - yക്ക് പകരം 6 അല്ലേ. അപ്പോൾ 6² = x² - 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇവ തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം. x + 8 × x - 8 അല്ലേ. അപ്പോൾ എന്ത് വരും? x² ഇവിടെ ചെയ്ത അതേപോലെ തന്നെ മൈനസ് yക്ക് പകരം 8 അല്ലേ. അപ്പോൾ 8² x² - 8ന്റെ സ്ക്വയർ 64. ഇനി എന്ത് ചെയ്യും? നമ്മൾ ഇതിന്റെ ഡിഫറൻസ് കണക്കാക്കി അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഡിഫറൻസ് വ്യത്യാസം എത്ര വരും? x² - 30x. അതിൽ നിന്ന് കുറയ്ക്കണം എന്ത്? x² - 64 അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ട് പദങ്ങളുള്ളതുകൊണ്ട് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഇട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടിയെന്ന് നോക്കിയാൽ x² - 30x അങ്ങനെ തന്നെ വരും. നമുക്ക് എന്ത് വേണം? ഇവിടെ നോക്കിയാൽ ബ്രാക്കറ്റിന് പുറത്ത് മൈനസ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു മൈനസ് കൊണ്ട് ഓരോന്നിനെ ഗുണിക്കണം അല്ലേ. അപ്പോൾ മൈനസും ഇൻറ്റു പ്ലസ് ആകുമ്പോൾ മൈനസ് തന്നെ. അപ്പോൾ ഇവിടെ -x². ഇനി ഇവിടെ മൈനസ്, ഇതും മൈനസ് അല്ലേ. അപ്പോൾ എന്ത് വരും? 2 മൈനസ് വന്നു കഴിഞ്ഞാൽ പ്ലസ്. അപ്പോൾ +64. ഇനി എന്തായിരിക്കും? x² - x² അല്ലേ. രണ്ട് ചിഹ്നം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്ന് കൂട്ടണം ഒന്ന് കുറയ്ക്കണം. രണ്ട് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് വരും? 64. അതിൽ നിന്ന് 36 കുറയ്ക്കണം. 64ൽ നിന്ന് 36 കുറച്ച് എത്ര വരും? 28.
കണ്ടില്ലേ? അപ്പോൾ നമുക്ക് 28 തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഏത് രീതിയിൽ ഇങ്ങനെ സ്ക്വയർ എടുത്ത് ഇതേ രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 28 തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം? എ സ്ക്വയർ ഹാസ് പെരിമീറ്റർ 20 സെന്റിമീറ്റർ. അതായത് ഒരു സ്ക്വയറിന് സമചതുരത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് 20 സെന്റിമീറ്റർ ആകുന്നു. A rectangle has one side 2 centimeters longer and one side 2 centimeters shorter than a side of the square. അതായത് ഒരു ചതുരത്തിന്റെ ഒരു വശത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്ക്വയറിന്റെ വശത്തേക്കാൾ 2 സെന്റിമീറ്റർ നീളം കൂടുതലുണ്ട്, വേറൊരു വശത്തിന് 2 സെന്റിമീറ്റർ നീളം കുറവുണ്ട് അല്ലെ? ഇതാണ് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് ആദ്യ കാര്യങ്ങളൊന്ന് ഒരു ചെറിയൊരു ഫിഗർ വരച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം നോക്കി, ആദ്യം ഒരു സ്ക്വയർ അല്ലേ? അപ്പൊ ആദ്യം ഒരു സ്ക്വയർ, ഇത് സ്ക്വയർ. ആ സ്ക്വയറിന്റെ പെരിമീറ്റർ നമുക്കുണ്ട് അല്ലെ? പെരിമീറ്ററിന്റെ ചുറ്റളവ്. അപ്പൊ പെരിമീറ്റർ എത്രയാണ് തന്നിട്ടുള്ളത്? 20 സെന്റിമീറ്റർ. അപ്പൊ ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ 20 സെന്റിമീറ്റർ ആണ് അല്ലെ? അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 വശങ്ങൾ കൂടി കൂട്ടുന്നതാണ് പെരിമീറ്റർ അല്ലെ? അപ്പൊ നമുക്ക് ഒരു വശത്തിന് നീളം ഒരു എക്സ് ആണെന്ന് വിചാരിക്കാം. ഇത് എക്സ് സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് സ്ക്വയർ ആണ്. അപ്പൊ ഇത് എക്സ് ആയിരിക്കും, ഇത് എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും അല്ലെ? ഈ 4 എക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് 20 കിട്ടുക അല്ലെ? അതായത് 4x = 20. മനസ്സിലായില്ലേ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 വശം കൂടി കൂട്ടുന്നത്. അപ്പൊ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്. അപ്പൊ 4x എന്ന് പറഞ്ഞാലാണ് 20. അങ്ങനെയാണെങ്കിൽ എക്സ് ഒരു വശത്തിന്റെ നീളം എത്ര കിട്ടും? എക്സ് എന്ന് പറഞ്ഞ ഒരു വശത്തിന്റെ നീളം എത്ര കിട്ടും നമുക്ക്? 20നെ നാം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 5. അപ്പൊ നമുക്ക് ഈ സ്ക്വയറിന്റെ നീളം കിട്ടി. എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ് ഈ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ചതുരം, ആ ചതുരത്തിന് ഇതിന്റെ വശത്തിന്റെ നീളത്തേക്കാൾ 2 സെന്റിമീറ്റർ നീളം കൂടുതലുണ്ട് അല്ലെ? വീതിയോ 2 സെന്റിമീറ്റർ വീതി കുറവും. അപ്പൊ നമ്മൾ ഇനി ചതുരം വരയ്ക്കണേ. ആ ചതുരത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ നീളത്തേക്കാൾ 2 സെന്റിമീറ്റർ നീളം കൂടുതൽ. ഓക്കെ. ഇനി 2 സെന്റിമീറ്റർ വീതി കുറവ്. അപ്പൊ ഓക്കെ. അപ്പൊ നമുക്ക് ഏറെക്കുറെ ഇതേ രൂപത്തിലുള്ള ഒരു ചതുരം. അപ്പൊ ഇതെത്രയാണോ നീളം അതിന്റെ കൂടെ 2 കൂടും. ഈ വീതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ നീളത്തിനേക്കാൾ 2 കുറയും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സൈഡിന് നീളം കിട്ടി 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡിന് നീളം എത്ര വരും? 5, 2 കൂടും അല്ലെ? 5 + 2 = 7 സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ നീളം. ഇനിയോ ഈ വീതി എത്ര വരും? ഇതിന്റെ നീളത്തേക്കാൾ 2 കുറയും അല്ലെ? അപ്പൊ ഇതിന്റെ നീളം അല്ലെ, വശങ്ങളൊക്കെ ഈക്വൽ ആണ് 5 സെന്റിമീറ്റർ. അപ്പൊ 5ൽ നിന്ന് എത്ര കുറയും? നമ്മൾ 2 കുറയ്ക്കണം അല്ലെ? അപ്പൊ 3 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വീതി. അപ്പൊ വീതി നമുക്ക് കിട്ടി, ഇതിന്റെ നീളം നമുക്ക് കിട്ടി. ഒന്നാമത് പറഞ്ഞിട്ടുള്ള ചോദ്യം എന്താണെന്ന് നോക്കിയാൽ, വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് ദി റെക്ടാംഗിൾ? ഈ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് അല്ലെ? ചുറ്റളവ് എത്രയാണ്? അപ്പൊ നമുക്കറിയാം, ഇത് 7 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതും 7 തന്നെ ആയിരിക്കും അല്ലെ? 7. ഇത് 3 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതും 3 തന്നെ. അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടണം അല്ലെ? അപ്പോൾ നമുക്ക് എഴുതാം പെരിമീറ്റർ, റെക്ടാംഗിളിന്റെ പെരിമീറ്റർ. അപ്പൊ പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ എന്ത് വരും? 7 + 7 + 3 + 3 അല്ലെ? അപ്പൊ 7 + 7 + 3 + 3. അപ്പൊ 7 × 14, 14 × 3 17, 3 20. അപ്പൊ 20 സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ പെരിമീറ്റർ. അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു റെക്ടാംഗിൾ പെരിമീറ്റർ എങ്ങനെ കാണാം? പെരിമീറ്റർ = അല്ലെ 2 × L + B, 2 × നീളം + വീതി. അപ്പൊ അങ്ങനെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ 2 × നീളം എത്രയാണ്? 7 അല്ലെ? 7 + വീതി എത്രയാണ്? 3. അപ്പൊ 2 × 7 3 10. കണ്ട? 2 × 10 = 20. ഇതാണ് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള രീതി അല്ലെ? ഇതൊക്കെ വളരെ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള രീതിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ രീതി. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചെയ്തു പഠിക്കുക. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? വാട്ട് ആർ ദി ഏരിയാസ് ഓഫ് ദി സ്ക്വയർ ആൻഡ് റെക്ടാംഗിൾ അല്ലെ? അപ്പൊ നമുക്ക് റെക്ടാംഗിളിന്റെയും സ്ക്വയറിന്റെയും ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ അത് നമുക്ക് ഇതിന്റെ സ്ക്വയറിന്റെ ഏരിയ കാണാം. ഏരിയ ഓഫ് സ്ക്വയർ, അതായത് സമചതുരത്തിന്റെ പരപ്പളവ് എന്താണ്? വശം ഇൻറ്റു വശമാണ് അല്ലെ? വശം ഇൻറ്റു വശം. അപ്പൊ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 വശം തുല്യമാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 5 × 5 = 25 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് കാണാം? ഏരിയ ഓഫ് റെക്ടാംഗിൾ.
അതായത് ചതുരത്തിന്റെ ഏരിയ. ചതുരത്തിന്റെ ഏരിയ എങ്ങനെ കാണാം? നീളം ഇൻറ്റു വീതി അല്ലെ, നീളം ഇൻറ്റു വീതി. ഇവിടെ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ 5 ഇൻറ്റു 5 നിട്ട് ഇവിടെ നീളം വീതി വ്യത്യാസം ഉണ്ട് അല്ലേ. അതായത് 7 ഇൻറ്റു വീതി 3, 7 ഇൻറ്റു 3 21 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടി. പക്ഷെ നമ്മൾ ഇവിടെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, കാരണം നമ്മളിപ്പോ പുതിയ ഇക്വേഷൻ ഒക്കെ പഠിച്ചല്ലേ. അപ്പൊ അതേ രൂപത്തിൽ നമ്മൾ ചെയ്യണ്ടേ. അപ്പൊ ഇവിടെ നീളം എത്ര വരും? 5 + 2. ഇവിടെ വീതി എത്ര വരും? 5 - 2 അല്ലെ. അപ്പൊ നമുക്ക് ഈ 3ഉം 7ഒക്കെ മാറ്റി വെക്കാം. 5 + 2 5 - 2 അല്ലെ. അപ്പൊ ഇവ തമ്മിലൊന്ന് ഗുണിച്ചു നോക്കാം. നമുക്ക് നോക്കിയേ, 5 + 2 ഇത് നീളം ഇൻറ്റു 5 - 2. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. 5 + 2 അതൊക്കെ x + y ഇൻറ്റു x - y അല്ലെ, സീക്വൽ ടു x² - y². അതായത് 5² - 2². അപ്പൊ 5² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 മൈനസ് 2ന്റെ സ്ക്വയർ 4. അപ്പോൾ 25 4 കുറച്ചാൽ 21. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്യാം. അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. One side of a rectangle is longer than the side of a square and the other side is equally shorter than the side of the square. അതായത് ഇവിടെ ഒരു സ്ക്വയറിന്റെയും ഒരു റെക്ടാംഗിളിന്റെയും കാര്യമാണ് പറയുന്നത്. അപ്പൊ ചോദ്യം എപ്പോഴും നല്ലവണ്ണം ശ്രദ്ധിച്ച് വായിക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ, ഒരു റെക്ടാംഗിളിന്റെ ചതുരത്തിന്റെ ഒരു വശം ഈസ് ലോങ്ങർ ദാൻ ദി സൈഡ് ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയറിന്റെ സൈഡിനേക്കാളും നീളം കൂടുതലാണ്. മനസ്സിലായല്ലോ? അപ്പൊ റെക്ടാംഗിളിന്റെ സൈഡിന് സ്ക്വയറിന്റെ സൈഡിനേക്കാൾ നീളം കൂടുതലാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ ആദ്യം ഒരു സ്ക്വയർ ആദ്യം നമുക്ക് വരച്ചു വെക്കാം. ഒരു സ്ക്വയർ, ഇത് സ്ക്വയർ. അപ്പൊ ഇതിന്റെ വശത്തിനേക്കാൾ നീളം കൂടുതലാണ് ഈ റെക്ടാംഗിളിന്റെ ഒരു വശം. അതവിടെ ഇരിക്കട്ടെ. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ദി അതർ സൈഡ് ഈസ് ഈക്വലി ഷോർട്ടർ ദാൻ ദി സൈഡ് ഓഫ് ദി സ്ക്വയർ. ഇനി മറ്റേ സൈഡോ ഇതിനേക്കാൾ ചെറുതാണ്. എത്ര ചെറുതാണ്? നേരത്തെ ഇതിനേക്കാൾ എത്രയാണ് വലുതെന്ന് പറഞ്ഞില്ലേ, അത്രയും അളവ് തന്നെ ചെറുതാണ്. അതായത് ഇപ്പൊ ഇത് ഒരു വശം അല്ലെ, അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ വലുതാണെന്ന് പറഞ്ഞു നീളം. അപ്പൊ നമുക്ക് നീളം നോക്കിയാൽ വലുതാക്കി എടുത്തു. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ മറ്റേ സൈഡ് അല്ലെ, രണ്ടാമത്തെ സൈഡ് ഇതിനേക്കാൾ ചെറുതാണ്. എത്ര ചെറുതാണ്? ഇതിനേക്കാൾ എത്രയാണോ ഈ വലിപ്പം കൂടുതൽ അത്രയും വലിപ്പം കുറവാണ്. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ഇതിനേക്കാൾ നോക്കിയപ്പോ 2 സെന്റിമീറ്റർ ആണ് കൂടുതൽ എന്ന് വിചാരിക്കുക ഈ വശം. ഇതിപ്പോ 5ഉം ഇത് 2 സെന്റിമീറ്റർ ഇതിന്റെ കൂടെ കൂട്ടി, അപ്പൊ ഇത് 7 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ വശം എത്രയായിരിക്കും? ഈ വശം ഇതിന്റെ വശത്തിനേക്കാൾ ഇവിടെ 2 കൂടിയത്, അപ്പൊ 2 കുറവായിരിക്കും. അതായത് ഇത് 5 ആണെങ്കിൽ ഈ വശം എത്രയായിരിക്കും? 2 കുറവായിരിക്കും. അതായത് 5 - 2 3 ആയിരിക്കും. ഇതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു റെക്ടാംഗിൾ വരച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ 2 ഫിഗർ. അപ്പൊ ഇവിടെ കൃത്യമായ നീളം വീതി ഒന്നും നമുക്ക് തന്നിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയറിന്റെ നീളം x ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 4 വശവും x തന്നെ അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വശത്തിലായിരിക്കും ഇതിനേക്കാൾ എത്രയോ കൂടുതലുണ്ട് അല്ലെ. എത്രയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. നമുക്ക് x + 1 x + 2 x + 3 എഴുതാൻ പറ്റില്ല. കാരണം എന്താ? 1 ആണോ 2 ആണോ 3 ആണോ എത്രയാണ് കൂടിയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ഏതോ ഒരു സംഖ്യ അല്ലെ. അപ്പൊ നമുക്ക് അതിന് വേറൊരു ലെറ്റർ കൊടുക്കാം, y എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ x + y എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വീതി കിട്ടാൻ എന്ത് വേണം? ഈ കൂട്ടിയത് എത്രയാണോ അത്ര കുറയ്ക്കണം അല്ലെ. ഇപ്പൊ 2 ആണ് കൂട്ടിയതെങ്കിൽ നമ്മുടെ 2 കുറച്ചു. അതേപോലെ y ആണ് കൂട്ടിയതെങ്കിൽ നമ്മൾ ഇതിന്റെ നീളത്തിൽ വരും x-ൽ നിന്ന് y കുറയ്ക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ നീളവും കിട്ടി, വീതിയും കിട്ടി. ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാൽ, വാട്ട് ക്യാൻ ബി സേ അബൌട്ട് ദി പെരിമീറ്റേഴ്സ് ഓഫ് ദി സ്ക്വയേഴ്സ് ആൻഡ് ദി റെക്ടാംഗിൾസ്. അതായത് ഈ സമചതുരത്തിന്റെയും അതുപോലെ തന്നെ ഈ ചതുരത്തിന്റെയും പെരിമീറ്റർ ചുറ്റളവുകളെ കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? എന്തെങ്കിലും അഭിപ്രായം പറയാൻ എന്ത് വേണം? ഇതിന്റെ പെരിമീറ്റർ എത്രയാണെന്ന് അറിയണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? പെരിമീറ്റർ ഓഫ് സ്ക്വയർ, പെരിമീറ്റർ ഓഫ് സ്ക്വയർ, സ്ക്വയറിന്റെ പെരിമീറ്റർ അതായത് സമചതുരത്തിന്റെ ചുറ്റളവ് എത്ര വരും? നമുക്കറിയാം ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4x, 4 വശങ്ങളുണ്ട് അല്ലെ. 4 വശങ്ങൾ, അതായത് ഒരു വശം x ആണെങ്കിൽ 4 വശം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 4x എന്ന് കിട്ടി. ഇനി നമുക്ക് പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ കണ്ടു നോക്കാം. അതായത് ചതുരത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് ഇസിക്കൽ എന്ത് വരും? ഇത് 4ഉം കൂടി കൂട്ടണം അല്ലെ. അതായത് ഇവിടെ x + y ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡ് എത്രയായിരിക്കും? x + y തന്നെ ആയിരിക്കും. ഇത് x - y ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? x - y തന്നെ അല്ലെ. അപ്പൊ ഇത് 4ഉം കൂടി നമ്മൾ കൂട്ടണം. അപ്പൊ എന്ത് വരും? x + y, അതിന്റെ കൂടെ വീണ്ടും ഒരു x + y അല്ലെ.
പിന്നെ ഒരു എക്സ് മൈനസ് വൈ പ്ലസ് വീണ്ടും ഒരു എക്സ് മൈനസ് വൈ. അപ്പം ഇനി കൂട്ടി നോക്കിയാൽ എത്ര എക്സ് ഉണ്ട്? എക്സ് വീണ്ടും എക്സ് 2 3 4 എക്സ് ഉണ്ട്. ഓക്കെ, ഇനി വൈ നോക്കിയാൽ ഒരു വൈ അല്ലേ? അപ്പം 2 വൈ ആയി. പക്ഷേ ഒരു വൈ മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞു, ഒരു വൈ വീണ്ടും മൈനസ് ചെയ്യണം അല്ലേ? അപ്പം 2 പോസിറ്റീവ് വൈ ഉണ്ട്, 2 നെഗറ്റീവ് വൈ ഉണ്ട് അല്ലേ? അപ്പം അതായത് എന്ത് വരും? 2 പോസിറ്റീവ് 2 നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായി? രണ്ടും എല്ലാം ക്യാൻസൽ ആയിപ്പോയി അല്ലേ? 2 പോസിറ്റീവ് ഉണ്ട്, 2 നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ രണ്ടും വൈ ഒക്കെ പോയി. ബാക്കി എന്ത് വന്നു നമുക്ക്? 4x. അതായത് ഇതിന്റെ രണ്ടിന്റെയും ചുറ്റളവ് സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പെരിമീറ്റേഴ്സ് ഓഫ് ബോത്ത് സ്ക്വയർ ആൻഡ് റെക്ടാംഗിൾ ആർ ഈക്വൽ. അതായത് റെക്ടാംഗിളിന്റെ ചതുരത്തിന്റെയും സമചതുരത്തിന്റെയും ചുറ്റളവുകൾ രണ്ടും തുല്യമാണ്. ഇനി എന്താണ് രണ്ടാമത് ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഹാസ് ദി ലാർജർ ഏരിയ, ദി സ്ക്വയർ ഓർ ദി റെക്ടാംഗിൾ. അതായത് റെക്ടാംഗിളിനാണോ സ്ക്വയറിനാണോ വലിയ ഏരിയ, ലാർജർ ഏരിയ ഏതിനാണെന്ന് അല്ലേ? അപ്പൊ നാം എന്ത് വേണം? രണ്ടിന്റെയും ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഏരിയ ഓഫ് സ്ക്വയർ, അതായത് സമചതുരത്തിന്റെ പരപ്പളവ്. എത്രയാണ് സമചതുരത്തിന്റെ പരപ്പളവ്? നമുക്കറിയാം, നീളം ഇൻറ്റു വീതി അല്ലേ? അതായത് എക്സ് ഇൻറ്റു എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇനി ഏരിയ ഓഫ് റെക്ടാംഗിളോ? ചതുരത്തിന്റെ ഏരിയ എന്താണ്? നമുക്കറിയാം, നീളം ഇൻറ്റു വീതി അല്ലേ? നീളം ഇൻറ്റു വീതി എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ, ഇതാണ് നീളം, ഇൻറ്റു വീതി എക്സ് മൈനസ് വൈ. അപ്പൊ ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ അറിയാം, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇനി നമുക്ക് രണ്ടിന്റെയും ഏരിയ എന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, ഇതിന്റെ ഏരിയ എത്രയാണ്? എക്സ് സ്ക്വയർ അല്ലേ? ഇതിന്റെ ഏരിയ എത്രയാണ്? എക്സ് സ്ക്വയർ, അതിൽ നിന്ന് വൈ സ്ക്വയർ കുറയ്ക്കണം അല്ലെ? ഇപ്പൊ ഇതിപ്പോ 20 ആണെങ്കിൽ ഇത് എത്ര വരും? 20-ൽ നിന്ന് എന്തോ കുറയ്ക്കുന്നുണ്ട് അല്ലെ? അതായത് കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഏതായിരിക്കും വലുത്? ഇതായിരിക്കും വലുത്. ഏരിയ ഓഫ് സ്ക്വയർ ആയിരിക്കും വലുത്. മനസ്സിലായില്ലേ? ഇത് ഇവിടെ മൈനസ് ചെയ്ത് പോകുന്നു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് സ്ക്വയർ അല്ലെ? ഏരിയ ഓഫ് സ്ക്വയർ, അതായത് സമചതുരത്തിന്റെ ഏരിയ ആണ്, ഈസ് ലാർജർ. അപ്പൊ അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? അപ്പൊ ഏരിയയും പെരിമീറ്ററും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇവിടെ നോക്കിയാൽ രണ്ടിന്റെയും പെരിമീറ്റർ തുല്യമാണ്. പക്ഷേ ഏരിയ എന്താണ്? ഏരിയ വലുത് ഏതിന്റെ ആണ്? സ്ക്വയറിന്റെ ഏരിയ ആണ് വലുത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും സംശയങ്ങൾ മറ്റുണ്ടെങ്കിൽ അതൊക്കെ കമന്റ്സിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇനി നമുക്ക് 4ാമത്തെ ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ